തുർക്കി ശാന്തമാകുന്നു. 4 പതിറ്റാണ്ട് നീണ്ട ആഭ്യന്തര സംഘർഷത്തിനാണ് അവസാനമാകുന്നത്. ഒടുവിൽ കുർദിഷ് വർക്കേഴ്സ് പാർട്ടി PKK സായുധ പോരാട്ടം ഉപേക്ഷിക്കുന്നു. 1984 മുതൽ ആരംഭിച്ചതാണ് തുർക്കിയുമായുള്ള PKKയുടെ സായുധ സമരം. 2025 ജൂലൈ 11 ഇറാഖിലെ സുലൈമാനിയിൽ നടന്ന ഒരു ചടങ്ങിൽ വെച്ചാണ് PKK ആയുധം താഴ്വെച്ചത്. ഈ ചടങ്ങിൽ വെച്ച് അംഗങ്ങൾ തങ്ങളുടെ ആയുധങ്ങൾ കത്തിച്ചു. ചരിത്രപരമെന്നാണ് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് ഉർദുഗാൻ ഇതിനെ വിശേഷിപ്പിച്ചത്. ഈ നടപടിയെ തുർക്കിയുടെ ചരിത്രത്തിലെ പുതിയൊരു അധ്യായമെന്നാണ് തുർക്കി പ്രസിഡന്റ് പറഞ്ഞത്. 1984 മുതൽ തുർക്കിയുടെ വടക്ക് കിഴക്കൻ മേഖലയിൽ കുർദിഷ് സ്വയംഭരണത്തിനായി സായുധ പോരാട്ടം നടത്തി വരികയാണ് PKK. തുർക്കി, യൂറോപ്യൻ യൂണിയൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവ PKKയെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2025 മെയ്യിലാണ് PKKയുടെ സായുധ വിഭാഗം പിരിച്ചുവിടാനും ആയുധങ്ങൾ ഉപേക്ഷിക്കാനും തീരുമാനമെടുത്തത്. PKK നേതാവ് അബ്ദുള്ള ഒഗലാൻ ഫെബ്രുവരിയിൽ തൻ്റെ സംഘടനയോട് സമാധാനപരമായ രാഷ്ട്രീയ മാർഗം സ്വീകരിക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു. 1999 മുതൽ ഇസ്താംബൂളിനടുത്തുള്ള ഇമ്രാലി ദ്വീപിൽ തടവിൽ കഴിയുകയാണ് ഒഗലാൻ. തുടർന്നാണ് PKK ഈ തീരുമാനമെടുത്തത്. സായുധ സമരത്തിൽ നിന്ന് ജനാധിപത്യ രാഷ്ട്രീയത്തിലേക്കും നിയമവഴിയിലേക്കുള്ള മാറ്റം എന്നാണ് ഒഗലാൻ ഗ്രൂപ്പിൻ്റെ പുതിയ തീരുമാനത്തെ വിശേഷിപ്പിച്ചത്. PKK സ്ഥാപക നേതാവ് അബ്ദുള്ള ഒഗലാനും തുർക്കി സർക്കാരും മധ്യസ്ഥർ വഴി മാസങ്ങളായി നടത്തിയ ചർച്ചയുടെ ഫലമായാണ് ആയുധം ഉപേക്ഷിക്കാനുള്ള തീരുമാനം PKK കൈക്കൊണ്ടത്. ഈ പോരാട്ടങ്ങളിൽ 40,000-ലേറെ പേർ മരിച്ചു. സംഘടനാ സ്ഥാപകനായ ഒഗലാൻ 26 വർഷമായി ജയിലിലുമാണ്. ജൂലൈ 11 ഇറാഖിലെ സുലൈമാനിയിലെ ജസ്ന ഗുഹയ്ക്ക് സമീപം നടന്ന ചടങ്ങിൽ 30 PKK പോരാളികൾ AK-47, PKM മെഷീൻ ഗണ്ണുകൾ, സ്നൈപ്പർ റൈഫിളുകൾ എന്നിവ ഉൾപ്പെടെ തങ്ങളുടെ ആയുധങ്ങൾ തീയിലിട്ട് നശിപ്പിച്ചു. കുർദിഷ് അവകാശങ്ങൾക്കായി ജനാധിപത്യപരവും നിയമപരമായ മാർഗങ്ങളിലൂടെ പോരാടുമെന്ന് അവർ പ്രതിജ്ഞയെടുത്തു. പിന്നാലെ തുർക്കി പ്രസിഡന്റ് ഉർദുഗാൻ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തു. 4 പതിറ്റാണ്ട് നീണ്ട സംഘർഷത്തിന് ഇതോടെ അവസാനമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. PKKയുടെ ആയുധോപേക്ഷിക്കൽ തുർക്കിയിലും മേഖലയിലും സമാധാനവും സുസ്ഥിരതയും കൊണ്ടുവരുമെന്നാണ് വിലയിരുത്തൽ. 30 മുതൽ 45 ദശലക്ഷം വരെ ജനസംഖ്യയുള്ള കുർദുകൾ നൂറ്റാണ്ടുകളായി പശ്ചിമേഷ്യയിലെ വിവിധ ഭാഗങ്ങളിലായി അധിവസിച്ചു വരുന്ന ജനതയാണ്. കിഴക്കൻ തുർക്കി, വടക്കൻ ഇറാഖ്, പടിഞ്ഞാറൻ ഇറാൻ, വടക്കൻ സിറിയ, അർമേനിയ എന്നിങ്ങനെ അവരുടെ സാന്നിധ്യം വ്യാപിച്ചു കിടക്കുന്നു. പാർട്ടി രൂപീകരിച്ച് അടുത്ത വർഷം തന്നെ 1979 ഒഗലാന് തുർക്കി വിടേണ്ടി വന്നു. 1980കളിലും 90കളിലും അന്നത്തെ സിറിയൻ പ്രസിഡന്റ് ഹാഫിസ് അൽ അസദ് സിറിയയിലും അക്കാലത്ത് സിറിയയുടെ നിയന്ത്രണത്തിലായിരുന്ന ലെബനനിലെ ബെക്ക താഴ്വരയിലും താവളങ്ങളും പരിശീലന ക്യാമ്പുകളും സ്ഥാപിക്കാൻ PKK അനുവദിച്ചു. 1980കൾക്കും 90കൾക്കും ഇടയിൽ കുർദുകളും തുർക്കിയും നിരന്തരം ഏറ്റുമുട്ടി. കിഴക്കൻ തുർക്കി വൻ യുദ്ധങ്ങൾക്ക് സാക്ഷിയായി. ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയിലേക്ക് തുർക്കി ആദ്യം വ്യോമാക്രമണവും പിന്നീട് കരവഴിയും ആക്രമണം നടത്തി. വലിയ ശക്തിയായി മേഖലയിൽ അവർ വളർന്നു. പിന്നീട് ലോകരാഷ്ട്രീയം കലങ്ങി മറിഞ്ഞതോടെ സിറിയ ഒഗലാനെ കൈവിട്ടു. 1999 കെനിയയിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട അദ്ദേഹം ഇത്രയും കാലം ജയിലിൽ ഏകാന്ത തടവറയിലാണ്.